സർ, നമ്മുടെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ വളരെ പ്രഗത്ഭയായിട്ടുള്ള കഴിവുറ്റ ഒരു മന്ത്രി തന്നെയാണ്. അപ്പോൾ നിർമ്മല സീതാരാമൻ BJPയുടെ ഒരു പ്രധാന നേതൃത്വ സ്ഥാനത്തേക്ക് വരുന്നു എന്നൊരു വാർത്തകളൊക്കെയാണ് കിട്ടുന്നത്. ഏത് സ്ഥാനത്തേക്കാണ്, എന്താണ് ഇത്തരത്തിലുള്ള തീരുമാനത്തിന് കാരണം? പിന്നെ രഞ്ജനി ഇത് പറഞ്ഞപ്പോഴാണ് വലിയൊരു ഒരു സാദൃശ്യം കാണുന്നത്. നിർമ്മല സീതാരാമനും അവതാരകയായിരുന്നു, നമ്മുടെ വീണ ജോർജും അവതാരകയാണ് ആയിരുന്നു അല്ലേ? അങ്ങനെ വന്നു. വീണ ജോർജ് മന്ത്രി പണിയിലേക്ക് വന്ന് അതിനെ കൊള്ളില്ല എന്ന് അവർ തെളിയിച്ചു. അവതാരകയായിട്ട് മിടിക്കുക, അവിടെ ഇരുന്നാൽ മതിയെന്ന് ഇപ്പോൾ അവർക്ക് തോന്നുന്നുണ്ടാവും. അതുപോലെ നിർമ്മല സീതാരാമനും അവതാരകയായിരുന്നു, BBC-യുടെ അവതാരകയായിരുന്നു. പക്ഷേ മന്ത്രിപ്പണി നല്ല മര്യാദയ്ക്ക് ചെയ്തിട്ട് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ പോലും ശരിക്കും അവർ അർത്ഥപ്രജ്ഞനാക്കി കളഞ്ഞു. കാരണം കേന്ദ്രം തരുന്നില്ല എല്ലാം പറഞ്ഞ കാര്യത്തിൽ ഒറ്റ വാക്യം കൊണ്ട്, ഒരു ബ്രഹ്മാസ്ത്രം കൊണ്ട് അവർ തകർത്ത് കളഞ്ഞു. കണക്കുകൾ മുഴുവൻ കാണിച്ചു. മിണ്ടിയിട്ടില്ല പിന്നെ KN ബാലഗോപാൽ കേന്ദ്രം തരുന്നില്ലേ എന്നൊക്കെയുള്ള അവരുടെ ഈ മിസൈൽ ആക്രമണങ്ങളെല്ലാം ഉണ്ടല്ലോ, ഒരൊറ്റ ബ്രഹ്മാസ്ത്രം കൊണ്ട് ചെറുത്ത ശക്തിയായ സ്ത്രീയാണ്. അതുപോലെ തെരഞ്ഞെടുപ്പ് പര്യടന കാലത്ത് നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ വന്നിട്ട് അവിടെയുള്ള പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ, കടലേറ്റം, കടലാക്രമണം, ഈ കാര്യങ്ങൾ ഒക്കെ വന്നപ്പോൾ അഭിമുഖീകരിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഈ സ്ത്രീ നട്ടല്ലില്ലാതെ അവർ പിൻവാങ്ങി അവരുടെ അകത്തളങ്ങളിൽ ഒളിച്ചിരുന്നപ്പോൾ ഈ സ്ത്രീ ഇവിടെ നേരെ വന്ന് അവരെ നേരെ അഭിമുഖീകരിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിൻ്റെ പരിഹാരങ്ങൾ പറയുകയും അത് ചെയ്യാമെന്ന് പറയുകയും ചെയ്തുകൊണ്ട് ആ ജനമനസ്സിനെ, കേരളത്തിലെ ജനങ്ങളുടെ, അവരുടേതല്ലാത്ത സംസ്ഥാനത്തെ ജനമനസ്സ്, മത്സ്യത്തൊഴിലാളികളെ, അവരുടെ മനസ്സ്, അവർക്കൊരിക്കലും BJPക്ക് ഒരിക്കലും വോട്ട് ചെയ്യാത്ത മത്സ്യത്തൊഴിലാളികളുടെ പോലും മനസ്സ് കീഴടക്കിക്കൊണ്ട് തിരിച്ചുപോയി. ജയഭേരി മുഴക്കി 40 കാറുകളുടെ അകമ്പൊടിയിലോട്ട് അല്ല അവർ സഞ്ചരിക്കുന്നത്, സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ സാധാരണ മനുഷ്യരോടൊപ്പം സഞ്ചരിക്കുന്നു, അവരോട് സംസാരിക്കുന്നു. സാധാരണ നമ്മളൊക്കെ യാത്ര ചെയ്യുന്നത് പോലെ തന്നെ അവർ യാത്ര ചെയ്യുന്നു. പകിട്ട് കാണിക്കാനല്ല. നമ്മൾ നോക്കിക്കോ, കേരള ഹൗസിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിങ്ങിന് വേണ്ടിയിട്ട് പിണറായി വിജയൻ ക്ഷണിച്ചപ്പോൾ അവർ വന്ന കാറ് നമ്മളൊക്കെ ഉപയോഗിക്കുന്ന കാറിനേക്കാളും വില കുറഞ്ഞ തരത്തിലുള്ള ചെറിയൊരു കാറ്, 40 കാറല്ല, ഒറ്റ കാർ. ട്രെയിനിൽ നോർമൽ കമ്പാർട്ട്മെന്റിൽ എല്ലാവരുടെയും ഒപ്പമാണ് നമ്മുടെ മന്ത്രി സഞ്ചരിക്കുന്നത്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ട്രെയിനിലാണ് സാധാരണ ആൾക്കാരുടെ ഇടയിലൊക്കെ ഇരിക്കുന്നതാണ്. ചിലവരൊക്കെ അതൊക്കെ എടുത്ത് റീലാക്കി ഇടുന്നതാണ്. നമ്മൾ പെട്ടെന്ന് ഒരു സാധാ സ്ത്രീ വന്നിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥ വന്നിരിക്കുന്നത് പോലെ ഫീൽ ചെയ്യത്തുള്ളൂ. പക്ഷേ നമ്മളുടെ രാജ്യത്തിൻ്റെ ധനമന്ത്രിയാണ് എന്നുള്ളൊരു പരിവേഷം ഇല്ലാണ്ടാണ് ഇപ്പോഴും നിർമ്മല സീതാരാമൻ പോകുന്നതും. അവരുടെ വേഷമാണെങ്കിലും അവരുടെ സംസാര രീതിയാണെങ്കിലും വളരെ പക്വതയേറിയതും വളരെ ലാളിത്യം നിറഞ്ഞതുമായിരുന്നു. അതെ, ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതാണ് ഇന്ത്യയിലെ ജനങ്ങളും എല്ലാവരും അവരെ ഇഷ്ടപ്പെടുന്നത്. കഴിവ് മറ്റുള്ളതിൽ മാത്രമല്ല, കഴിവ്. ഇത്രയും ഒരുപക്ഷെ നമ്മുടെ GDP നിലവാരത്തിലൊക്കെ നമ്മുടെ രാജ്യത്തെ ഉയർത്താൻ ബജറ്റ് കാര്യങ്ങൾ എല്ലാം എന്ത് പക്വതയോടുകൂടി, കൃത്യതയോടുകൂടി അല്ലേ? അതെ. ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിന് അഭിമാനിക്കാൻ, സ്ത്രീകൾക്കൊക്കെ അഭിമാനിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു സ്ത്രീയാണ്. അത് പിന്നെ ആ പാർട്ടിയിൽ പെടാത്ത രഞ്ജനി പോലും അത് സമ്മതിച്ചു. ഇപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് നമ്മൾ വിഷയം മറന്നുപോയി. ഇപ്പോൾ വലിയൊരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു എന്നാണ് നിരീക്ഷകർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവരെ ഈ പണിയിൽ നിന്ന് മാറ്റുന്നു. ഇത്രയും നല്ല രീതിയിൽ അവർ നടത്തിയെന്ന് നമ്മളെല്ലാം സമ്മതിക്കുന്നല്ലോ. വീണ ജോർജ് ഏറ്റവും മോശമാക്കി, കുളമാക്കി, മുഴുവൻ ശരിയാക്കുന്നതിന് പകരം മുഴുവൻ കുളമാക്കി. പക്ഷേ അവരെ മാറ്റുന്നില്ലെന്ന് CPM തന്നെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇത്രയും നേട്ടങ്ങൾ കൈവരിച്ച് ഇന്ത്യയെ ലോകത്തിൻ്റെ സാമ്പത്തിക ശക്തികളിൽ 4ാമതായിട്ട് മാറ്റിയ ഈ നിർമ്മല സീതാരാമനെ മാറ്റാൻ പോകുന്നു. പ്രതിഷേധമുണ്ടോ രഞ്ജനിക്ക്? തീർച്ചയായിട്ടും പ്രതിഷേധമുണ്ട്. പക്ഷേ മാറ്റാൻ പോകുന്നത് ഇന്ത്യൻ സ്ത്രീകളുടെ അഭിമാനത്തിന് വേണ്ടിയിട്ടാണ്. എന്തഭിമാനം? ഇപ്പോൾ വരാൻ അവരെ തേടിയിരിക്കുന്ന പോസ്റ്റ്, അവരെ കാത്തിരിക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് സ്ഥാനം. ഒരുപക്ഷെ ഇന്ദിരാഗാന്ധിക്ക് ശേഷം ആദ്യമായിട്ട് ഒരു ഭരണകക്ഷിയുടെ നേതൃസ്ഥാനത്തേക്ക് വരുന്ന സ്ത്രീ. സോണിയാഗാന്ധി ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും സമ്മതിക്കുന്നു. പക്ഷെ അതിനുശേഷം വരുന്ന ഏറ്റവും
വലിയ സ്ഥാനത്തേക്ക് വരുന്ന BJP ഇന്ത്യയിൽ നയിക്കാൻ, ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായ BJP നയിക്കാൻ വേണ്ടി വരുന്ന കരുത്തുറ്റ സ്ത്രീയായിട്ട് അവർ വരാൻ പോവുക. ഉടനെ ഉണ്ടാവും മാറ്റം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഇവർക്ക് കഴിയുമോ ഇതിനെന്നാണ് നമ്മൾ വിചാരിക്കുക, അല്ലേ? പക്ഷേ എനിക്കതിൽ മറ്റൊന്നാണ് സർ തോന്നുന്നത്. കാരണം നരേന്ദ്രമോദി അടുത്ത ഈ ഒരു ഊഴം, 3-ാം ഊഴം കഴിഞ്ഞു, 4-ാം ഊഴം BJPക്ക് വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഒരു പ്രധാനമന്ത്രി പദവിയിലേക്ക് പോകാനുള്ള ഒരു പാതയല്ലേ ഇപ്പോൾ BJP പ്രസിഡന്റ് സ്ഥാനം നൽകിയിരിക്കുന്നത്? നിർമ്മല സീതാരാമൻ മനസ്സിലായില്ല എന്താണ് BJPയുടെ ദേശീയ പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് ഇപ്പോൾ വരുന്നത്. അങ്ങനെയെങ്കിൽ ഒരു 4-ാം ഊഴം കേന്ദ്രത്തിൽ BJPക്ക് അധികാരം ഉറപ്പിച്ചാൽ ഒരു പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നിർമ്മല സീതാരാമൻ എത്തിക്കൂടാ എന്നുണ്ടോ? തീർച്ചയായിട്ടും അത് വളരെ ഇൻ്റലിജൻറ്റ് ചോദ്യമാണ്, വളരെ ഇൻ്റലിജൻറ്റ് ചോദ്യം. അത് വരാം. 4-ാം ഊഴത്തെക്കുറിച്ച് നമ്മളിപ്പോൾ ചിന്തിച്ചില്ല. ഇപ്പോൾ ഇവർ പ്രസിഡൻ്റായിട്ട് വരുമോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം രഞ്ജിനി, ഞാനിപ്പോൾ ചിന്തിക്കുന്നത് ഇവർക്ക് പ്രസിഡൻ്റായിട്ട് ഇത്രയും വലിയ സീനിയർ നേതാക്കളെ നയിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ? കേരളം പോലുള്ള കാര്യങ്ങൾ അറിയാമല്ലോ, രാജീവ് ചന്ദ്രശേഖർ വളരെ പാടുപെടുന്ന ഇവരെ നയിച്ചുകൊണ്ട് പോകാൻ, അല്ലേ? അപ്പം അങ്ങനെ വരുമ്പോൾ ഇവർ പോലുള്ള പല സംസ്ഥാനങ്ങളും ഉണ്ട്, അവരെയൊക്കെ നയിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ എന്നുള്ള പ്രധാന ചോദ്യം എൻ്റെ മുമ്പിലുണ്ട്. പക്ഷേ എൻ്റെ മറുപടി ഞാൻ തന്നെ പറയുന്ന മറുപടി, JP നദ്ദ നമ്മൾ ആരെങ്കിലും അറിയുമായിരുന്നു? ഹിമാചൽ പ്രദേശിൽ നിന്ന് വന്ന വളരെ അപ്രസക്തമായിട്ടുള്ള ഒരു നോൺ എൻറ്റൈറ്റി ആയിരുന്നു അദ്ദേഹം. പേഴ്സണ നോൺ ഗ്രാറ്റ അല്ല എങ്കിലും ഒരു നോൺ എൻറ്റൈറ്റി, അപ്രസക്തനായ ഒരു വ്യക്തി. കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. ചൊവ്വേനേരെ നഡ്ഡ എന്നുള്ള പേര് അത്ര എൻ്റെ മനസ്സിൽ ഉറച്ച പേരില്ല. പക്ഷേ ഇപ്പോൾ JP നദ്ദ നോക്കൂ, എല്ലാവർക്കും അധികാരത്തിലേക്ക് BJP കൊണ്ടുവന്നു, തേര് തെളിച്ചുകൊണ്ട്. കഴിവുറ്റ നേതാവാണ്. ആരോഗ്യ വകുപ്പിൽ ഇരുന്നു കൊണ്ട് വളരെ ശക്തമായിട്ടുള്ള നടപടികളുണ്ട്. ഒരു ചീത്തപ്പേരും ഉണ്ടാക്കിയിട്ടിരുന്നു അവരെ. വീണ ജോർജിനെ പോലെ എന്തെങ്കിലും പേരുണ്ടാക്കിയോ? അത്ര മിടുക്കനായിരിക്കുകയും അതേസമയം BJPയെ ഭരിക്കുകയും ചെയ്തു. ലീഡർഷിപ്പ് ക്വാളിറ്റി, അതുപോലെ തന്നെ പരിചയം, പക്വത, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. ഈ സംഭവങ്ങളെല്ലാം ഉള്ള ആളാണ്, കരുത്തുറ്റ സ്ത്രീയാണ് എന്നുള്ള, ആരെയും അടിച്ചിരുത്താൻ കഴിവുള്ള സ്ത്രീയാണ്. അതുപോലെ തന്നെ ഇവർക്ക് കാര്യങ്ങൾ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ കഴിവുള്ള അറിവുമുണ്ട്. വീണ ജോർജിൻ്റെ പരാതി ഇത് രണ്ടിൻ്റെയും കുറവാണ്. ഇപ്പോൾ നോക്കൂ, ഒരു ഉദാഹരണം പറയാം, ഒന്ന് കമ്പയർ ചെയ്യുക. ഞാൻ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ പോയി, അവിടെ സൂപ്രണ്ട് പറഞ്ഞു, ഇതിനടിയിൽ നിന്നും ആരും ഉണ്ടായിരിക്കാൻ പാടില്ല. കേട്ട പാതി കേൾക്കാത്ത പാതി ഇവർ എന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ എന്ന് പറയുക, ഇവിടെ ഒന്നും ആരുമില്ല, ഒന്നുമില്ല. ഇതാണ് ഏറ്റവും വലിയ കൊളാപ്സായിട്ട്, കെട്ടിടത്തിൻ്റെ കൊളാപ്സിനേക്കാൾ വലിയൊരു കൊളാപ്സായിട്ട് തീർന്നത്. എങ്ങനെയെന്നറിയാം? ഇത് ഇവർ പറയേണ്ട കാര്യമില്ല. സൂപ്രണ്ട് പറഞ്ഞെങ്കിൽ സൂപ്രണ്ട് തന്നെ പറയണം പത്രക്കാരോട്. ഇവിടെ ഒന്നും ആരും ഉണ്ടാവാൻ സാധ്യതയില്ല. അവിടെ ഭരിക്കുന്നത് സൂപ്രണ്ടാണ്, മന്ത്രി കയറി പറയേണ്ട കാര്യമല്ല. കാരണം ഈ നമുക്ക് ഭയം വരുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ കള്ളത്തരം ഉണ്ടെങ്കിലുമാണ് സാർ ഇത്തരത്തിലുള്ള മുട്ടാപ്പോക്ക് നായങ്ങളങ്ങ് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ അപ്പോഴെന്തും പറയും. പക്ഷെ അത് നമുക്ക് വീണ്ടും വലിയൊരു കുഴിയിലേക്ക് നമ്മളെ ചാടിക്കും. വീണ ജോർജിന്റെ കാര്യം ഇപ്പം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തൽ വലിയ കത്തി നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഇതിൽ ഇടുത്തി പോലെ വന്ന് ഇടിഞ്ഞു വീണത്. അപ്പൊ ഇവർക്ക് ഇതിനെ പറ്റി നന്നായിട്ട് അറിയാം. അടുത്ത ബിൽഡിംഗ് ഇവരുടെ ഒരു ഇത് കാരണം മാത്രമാണ് അത് ഉദ്ഘാടനം ചെയ്യാതെ നടക്കുന്നത്. ഇവരുടെ ഡേറ്റിന്റെ സൗകര്യത്തിന് വേണ്ടി നീട്ടി വെച്ചതാണ്. മാത്രമല്ല ഈ കെട്ടിടം പൊളിച്ച് നീക്കാത്തത് ഇവരുടെ തന്നെ ക്രമക്കേട്, അഴിമതി തന്നെ ആണെന്ന് പറയാം. പൊളിച്ചൊന്നും നോക്കണ്ട, ഒരു 2 പട്ടിക മുറി അടിച്ച് അതിന്റെ വാതിലുകൾ ബന്ധിച്ചാൽ മതി, ആളുകൾ കയറത്തില്ല. പിന്നെ അല്ലെങ്കിൽ വേണ്ട, കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു ബോർഡ് വെച്ചാൽ മതി, പ്രവേശനമില്ല. ഈ ഒരു ഭാഗം ഇടിഞ്ഞതിന്റെ തൊട്ടിപ്പുറത്തന്നെ അതേ സ്ഥലത്ത് തന്നെയാണ് രോഗികളെ കടത്തിയത്. ഇവര് പെട്ടെന്ന് മാറ്റിയതാണ്. ഇവര് ഇല്ല എന്ന് പറയുന്ന തോറും ഇവിടുന്ന് ആൾക്കാരെ രോഗികളെ മാറ്റിയവര് ഡിസ്ചാർജ് എഴുതി കൊടുത്തു. അപ്പൊ ഇതിന്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞു വീണേക്കുന്നത്. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. കഴിഞ്ഞ ഒരു 2 മാസത്തിന് മുമ്പ് ഒരു ആക്രിക്കാർ അവിടെ സാമൂഹ്യ വിരുദ്ധരും അവിടെ കയറി ഇറങ്ങി നടക്കുക, ഒരു സെക്യൂരിറ്റി ഇല്ല, സെക്യൂരിറ്റി ഗാർഡും ഇല്ല. അവർ കയറിയിട്ട് ഇത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നം, സർജിക്കൽ ബ്ലോക്കിൻ്റെ അവിടുന്ന് അപ്പോൾ വില കൊടുത്ത് വാങ്ങിക്കൊണ്ട് വന്ന ഉപകരണങ്ങൾ എടുത്തുകൊണ്ട് പോയി. വരാന്തയിൽ ഇരിക്കുമായിരുന്നു ആൾക്കാർ. അവിടുത്തെ സ്റ്റാഫ് വന്ന് എടുക്കൊണ്ട് പോകാത്തതുകൊണ്ട് വരാന്തയിൽ വെച്ചതിൻ്റെ സാധനം എടുത്ത് ചാക്കിനകത്ത് വെച്ചുകൊണ്ട് ഇയാൾ പോയി. ലക്ഷക്കണക്കിന് വിലയുള്ള സാധനങ്ങൾ ആക്രിക്കാരെ മറ്റേ ഗവൺമെന്റ് ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മറ്റേ എന്തുവാണ് എടുത്തുകൊണ്ട് പോയത്? മറ്റേ സാമ്പിള് പരിശോധിക്കാൻ പറ്റിയ സാമ്പിള് എടുത്തുകൊണ്ട് പോയ സംഭവം പോലെ സംഭവങ്ങളുണ്ടാവും. നമ്മൾ വിഷയം മാറിപ്പോയി, നമ്മൾ നിർമ്മല സാധ്യത. അപ്പോൾ ഈ പിടിപ്പുകേട് കൊണ്ട് ഇതൊക്കെ ഇവിടെ കേരളത്തിൽ സംഭവിക്കുന്നു. കരുതൽ കൊണ്ട് ധനമന്ത്രി ലോകം മുഴുവൻ മാന്ദ്യത്തിലായപ്പോഴും ഇന്ത്യയെ നമ്പർ 1 ആക്കി നിർത്തി. അവകാശവാദമല്ലത്, നമ്പർ 1 ആയിട്ട് ഏറ്റവും കൂടുതൽ വേഗത്തിൽ വളരുന്ന സംസ്ഥാനം, പിന്നെ വളരുന്ന രാജ്യം ഇന്ത്യയാണെന്ന് പറഞ്ഞത് വേൾഡ് ബാങ്കാണ്. അവരല്ല, മന്ത്രിസഭയല്ല പറഞ്ഞത്. അങ്ങനെ ഖ്യാതി നേടാൻ ക്രൂയിസിങ് ദ ഷിപ്പ് ത്രൂ ഇൻ ദി ഡിപ്രസ്ഡ് സീ എന്ന് പറയുന്നത് പോലെ
കലുഷമായ സമുദ്രത്തിൽ കൂടി കപ്പൽ നയിച്ചു കൊണ്ടുപോയ ഒരു നല്ല കപ്പിത്താനാണ്. കപ്പിത്താൻ എന്ന് തന്നെ അവന് വേറെ വാക്കില്ല, പെൺവാക്കില്ല അല്ലേ. ആ ഒരു ക്യാപ്റ്റനാണ്. ഇപ്പോൾ കുഴപ്പമില്ലല്ലോ, ജെൻഡർ ന്യൂട്രലാണ്. ക്യാപ്റ്റനായിരുന്നു എന്നുള്ളത് സംശയമില്ല. തീർച്ചയായിട്ടും ഈ പദവിയിൽ വന്നിട്ട് തെക്കേ ഇന്ത്യയിൽ നിന്നുള്ള ഒരു പ്രസിഡന്റ് ആദ്യമായിട്ടാണ് എന്നുള്ളൊരു ഖ്യാതി തീർച്ചയായിട്ടും അവർക്ക് കിട്ടും.